ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് നിൽക്കുന്നത് രാമചന്ദ്രനിലാണ്. ഓണം ഷോപ്പിങ്ങിന് വേണ്ടി വന്നതാണ്. നമുക്ക് ഇവിടുത്തെ പുതിയ കളക്ഷൻസ് ഒക്കെ നോക്കാം. ഇതൊക്കെ 600 റേഞ്ചിലുള്ള കുർത്തീസ് ആണ്. ഒരുപാട് പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട്. എല്ലാം അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ്സ് ആണ്. ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രൈസ് റേഞ്ചിനും ഉള്ള ഡ്രസ് അവൈലബിൾ ആണ്. ഇതൊക്കെ 600 റേഞ്ചിലുള്ള കുർത്തീസ് ആണ്. ഇവിടുത്തെ കസ്റ്റമർ സർവീസ് മാത്രമേ ഉള്ളൂ ചെറിയൊരു പ്രോബ്ലം. അല്ലാതെ ഡ്രസ്സസ് ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. റേറ്റ് ആണെങ്കിലും കുറവാണ് കമ്പാരിറ്റീവ്ലി. പിന്നെ എല്ലാ വെറൈറ്റി ഐറ്റംസും കിട്ടും. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 200 റുപ്പീസിനും നമുക്ക് സാരി കിട്ടും. ചില കുർത്തീസൊക്കെ ഭയങ്കര റേറ്റ് കുറവ്. അപ്പം ഞാൻ ആലോചിക്കാറുണ്ട് എങ്ങനെയാണ് ഇവർക്ക് ഇതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടുന്നതെന്ന്. ഇതൊക്കെ ഒരു 350-400 റേഞ്ചിലുള്ള കുർത്തീസാണ്. പിന്നെ നമ്മൾ നോക്കി എടുക്കണം കേട്ടോ, അങ്ങനെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ 800 റുപ്പീസാണ്. ഇതൊക്കെ ഡെയിലി യൂസിന് പറ്റിയ കുർത്തീസ് ആണ് കേട്ടോ. എല്ലാ പ്രൈസ് റേഞ്ചിലുള്ള ഡ്രസ്സും അവൈലബിൾ ആണ് ഇവിടെ. ഡ്രസ്സ് മാത്രമല്ല, ഇവിടെ ബാക്കി ഇയറിംഗ്സ് ആണെങ്കിലും ബാംഗിൾസ് ആണെങ്കിലും എല്ലാ ഐറ്റംസും ഉണ്ട്. സോ അത് വാങ്ങിക്കാനായിട്ട് വേറൊരു ഷോപ്പിൽ കയറേണ്ട ആവശ്യമില്ല, എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ ഫുഡ് കോർട്ടും ഉണ്ട്. ഫുഡ് കോർട്ടിൽ നിന്ന് ഞാൻ ഫുഡ് അങ്ങനെ കഴിക്കാറില്ല. ഇവിടെയുള്ള എല്ലാ കളക്ഷനും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. സോ വെറൈറ്റി ആയിട്ട് തോന്നിയതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. എല്ലാം ഇൻക്ലൂഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അത്രയും കളക്ഷൻസ് ഉണ്ട് ഇവിടെ. എനിക്കിഷ്ടപ്പെട്ട അത്യാവശ്യം നല്ല വെറൈറ്റി ആയിട്ടുള്ള സാരീസ് ഒക്കെ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. ഇതൊക്കെ ഒരു 600 to 800 ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന സാരീസ് ആണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ യെല്ലോ ഗ്രീൻ കോമ്പിനേഷൻ എനിക്ക് അടിപൊളിയാണ്. ഇതൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ്, പക്ഷെ വീഡിയോയിൽ കാണുമ്പോൾ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഇതെല്ലാം ഞാൻ ആദ്യം കാണിച്ച സാരിയുടെ കളർ ചേഞ്ച് ആണ്. ഇതൊക്കെ ബൈ വൺ ഗെറ്റ് വൺ സാരിയാണ്. 850 റുപ്പീസ് ആണ് കേട്ടോ. അങ്ങനെ നോക്കുവാണെങ്കിൽ ഒരു സാരിക്ക് 425 റുപ്പീസേ ആകുന്നുള്ളൂ. ഇതെന്തായാലും ഈ പ്രൈസ് റേഞ്ചിന് വർത്ത് ആണ്. ഇത് സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള സ്കേർട്ട് ആൻഡ് ടോപ്പ് ആണ്. 699 ആണ് റേറ്റ് വരുന്നത്. ഇത് ആക്ച്വലി നല്ല ലാഭമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ഇതിൽ ഓൾറെഡി ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, ബീഡ് വർക്ക്സ് ഒക്കെ ഉണ്ട്. സ്കേർട്ട് പ്ലെയിൻ ആണ് വരുന്നത്. 699 റുപ്പീസിന് എന്തായാലും വർത്ത് ആണ്. ഈ സാരീസ് ഒക്കെ ജസ്റ്റ് 250 റുപ്പീസേ ഉള്ളൂ. ഇതാ ഞാൻ ആദ്യമേ പറഞ്ഞ എല്ലാ പ്രൈസ് റേഞ്ചിനുള്ള സാരീസ് ഉണ്ട്. ആർക്കും റേറ്റ് കൂടിപ്പോയി എന്ന് പറഞ്ഞ് വാങ്ങിക്കാതെ ഇറങ്ങേണ്ട ഒരു അവസ്ഥ വരത്തില്ല. കാരണം എല്ലാ പ്രൈസ് റേഞ്ചിനും ഉള്ള സാരീസ് ഇവിടെ അവൈലബിൾ ആണ്. ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സാരി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. എപ്പോഴും എനിക്ക് ബ്ലാക്ക് കളറിനോട് വലിയൊരു ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് ഈ സാരി നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷെ ഇത് ഭയങ്കര തിന്നായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇത് എടുത്തില്ല. ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ എക്സൈറ്റഡ് ആയത് ഈ സെക്ഷനിൽ വന്നപ്പോഴാണ് കേട്ടോ. ഈ സാരിയുടെ റേറ്റ് കണ്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടിപ്പോവും. 299 റുപ്പീസേ ഉള്ളൂ ഈ സാരി. ഇവരെങ്ങനെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഈ സാരീസ് ഒക്കെ സെല്ല് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ഇത് 299 റുപ്പീസിന് എന്തായാലും വർത്ത് ആണ്. ഇത് ആക്ച്വലി വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടിലും നേരിട്ട് കാണാൻ നല്ലൊരു റിച്ച് ലുക്കാണ് ഈ സാരിക്ക്. പിന്നെ ഈ സാരിയുടെ റേറ്റ് കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. 198 റുപ്പീസേ ഉള്ളൂ. എങ്ങനെയാണ് ഈ പ്രൈസ് റേഞ്ചിനൊക്കെ സാരി കൊടുക്കുന്നത്? ഇത് ആക്ച്വലി എന്തായാലും വർത്ത് ആണ്. കാരണം അത്രയും റേറ്റ് അല്ലേ ഉള്ളൂ. ഞാനൊക്കെ സാരി കൂടുതലും ഒരു പ്രാവശ്യം ഉടുത്തു കഴിഞ്ഞാൽ, ഫംഗ്ഷൻ ഉടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉടുക്കാൻ ചാൻസ് കുറവാണ്. സോ ഇതുപോലത്തെ ഒരു സാരി വാങ്ങിച്ചാൽ മതി. നല്ല എന്താ പറയുക, സിമ്പിളാണ്, എന്നാൽ നല്ല അടിപൊളി ലുക്കുമാണ്. ഈ റെഡ് ഷെയ്ഡൊക്കെ നല്ല അടിപൊളി ഭംഗിയാട്ടോ നേരിട്ട് കാണാൻ. ഇതൊക്കെ ഒരു 700 to 1000 പ്രൈസ് റേഞ്ച് വരുന്ന സാരീസ് ആണ്. ഇതും എല്ലാം നല്ല അടിപൊളി സാരീസ് ആണ് കേട്ടോ. ശരിക്കും നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോകും ഏത് സാരി എടുക്കണം എന്നുള്ളത്.
എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാരി ഇതാണ്. ഇതിൻ്റെ കളറ് എന്ത് വാടാമല്ലി, അതിൽ ബോട്ടിൽ ഗ്രീൻ വരുന്ന ഒരു ഷെയ്ഡാണ്. നല്ല സാരി ആയിരുന്നു കേട്ടോ. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. ഇതൊരു വൈൻ ഷെയ്ഡാണ്. ഞാൻ സെറ്റ്സ് മുണ്ടിൻ്റെ സെക്ഷനിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു 500 റുപ്പീസ് തൊട്ടാണ് സെറ്റ്സ് മുണ്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഇവിടെ ഉണ്ട്. പ്ലെയിൻ ആയിട്ടുള്ളതുണ്ട്, ഡിസൈൻസ് ഉള്ളതുണ്ട്. ഈ റോസ് ഗോൾഡിൻ്റെ സെറ്റ്സ് മുണ്ട് 575 റുപ്പീസേ ഉള്ളൂ. ഈ എമൗണ്ടിന് എന്തായാലും വേർത്താണ്. നല്ല അടിപൊളി ലുക്കാണ് കേട്ടോ. കേരള സാരീസിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ. ഞാൻ വളരെ കുറച്ചേ കാണിക്കുന്നുള്ളൂ, കാരണം എല്ലാം കവർ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോവും. സോ നിങ്ങൾക്ക് ഇനിയും ഇവിടുത്തെ കളക്ഷൻസ് കാണുമെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി, ഞാൻ സെക്കൻഡ് പാർട്ടായിട്ട് വീഡിയോ ചെയ്യാം. ഇതൊക്കെ പ്ലെയിൻ കേരള സാരിയാണ്. 325 റുപ്പീസേ ഉള്ളൂ കേട്ടോ. ഇത് റോസ് ഗോൾഡിൻ്റെ തന്നെ വേറൊരു മോഡൽ സെറ്റ് മുണ്ടാണ്. എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. രണ്ടിലേത് വാങ്ങിക്കണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. ഇത് ധാവണിയാണ്. ഇതിന് 1400 ആണെന്ന് തോന്നുന്നു റേറ്റ് വരുന്നത്. ഇത് ആക്ച്വലി ഞാൻ നോക്കിയതല്ല, എൻ്റെ അടുത്തൊരു ചേച്ചി നിൽപ്പുണ്ടായിരുന്നു, പുള്ളിക്കാരി എടുത്തതാണ്. അപ്പോൾ ഞാൻ നോക്കിയിട്ട് ഒരു പ്രോബ്ലം കണ്ടത്, ഇവിടെ നിൽക്കുന്ന സ്റ്റാഫിന് ഇതൊക്കെ ഒന്ന് എടുത്ത് കാണിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. ഇത് അവർ വാങ്ങിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതേ ഉള്ളൂ. പിന്നെ ഞാൻ ഫാൻസി ഐറ്റംസ് ഒക്കെ നോക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ വന്നപ്പോൾ ഇപ്പോഴത്തെ വൈറൽ ഫ്ലവർ ക്ലിപ്പിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ ജസ്റ്റ് 25 റുപ്പീസേ ഉള്ളൂ. ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സും അവൈലബിൾ ആണ്. പക്ഷേ ഇത് ക്വാളിറ്റി കുറച്ച് കുറവാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിലും ഇതിൻ്റെ ക്വാളിറ്റി കുറവാണ്. പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ പൊട്ടിൻ്റെ ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഓണത്തിനൊക്കെ വെക്കാൻ പറ്റിയ പല പല കളേഴ്സിനുണ്ട്. അതും ജസ്റ്റ് 10 റുപ്പീസേ ഉള്ളൂ. പിന്നെ ദേ ഈ നെക്ലസ് ഒക്കെ 250 റുപ്പീസാണ് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത്. എല്ലാ റേറ്റിനും ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഒരെണ്ണം നോക്കിയത് 575 റുപ്പീസാണ്. അപ്പോൾ എല്ലാ പ്രൈസ് റേഞ്ചിനുള്ളത് ഇവിടെ അവൈലബിൾ ആണ്. ഇതിന് ഞാൻ 2 ഫ്ലവർ ക്ലിപ്പ് വാങ്ങിച്ചായിരുന്നു. ഏത് കളർ എടുക്കണം എന്നുള്ള കൺഫ്യൂഷനായിരുന്നു. ലാസ്റ്റ് ഞാൻ ഇത് 2 ചൂസ് ചെയ്തത്. ഇവിടെ ബില്ല് ചെയ്യാൻ അത്യാവശ്യം നല്ല ടൈം എടുത്തായിരുന്നു. ശരിക്കും ഈ ക്ലിപ്സ് ഇങ്ങനെ ഒരുമിച്ച് കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. ബില്ല് ചെയ്തിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.